തൃശ്ശൂരിലെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടത് വീണ്ടും ഒരു വാർത്ത വരുന്നു. അവിടെ ഒരു പോലീസ് ഓഫീസറെ, സിവിൽ പോലീസ് ഓഫീസറായി സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈ തല്ലി ഒടിച്ചു. മറ്റ് 2-3 പോലീസുകാർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇത് ചെയ്തതോ CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും SFI-യുടെ മുൻ ഏരിയ സെക്രട്ടറിയുമായ അനന്തുവിന്റെ നേതൃത്വത്തിലുള്ള CPM പ്രവർത്തകരാണ്. ഇതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2 ദിവസം മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു കാപ്പ പ്രതിയെ പിടികൂടാൻ വേണ്ടി പോവുകയും അയാൾ ആ പോലീസുകാരനെ കത്തിയെടുത്ത് കുത്തി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സംഭവം നമ്മൾ കണ്ടതാണ്. അന്ന് ഈ കാപ്പ പ്രതിയെ പിടികൂടാൻ പോയ SI TP ഹർഷാദിനെയാണ് അന്ന് കുത്തി പരിക്കേൽപ്പിച്ചത്. അയാളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പോലീസുകാർ, 2-3 പോലീസുകാർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതാണ് നമ്മൾ 2 ദിവസം മുമ്പ് ഈ ഒല്ലൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകളിൽ നിറഞ്ഞതെങ്കിൽ ഇന്നിതാ വാർത്തകളിൽ നിറയുന്നത് SFI നേതാവും ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആക്രമിച്ചു കയറുന്നു. അതിന് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലത്തെ വാർഡ് മെമ്പറും ഒക്കെ അതിനകത്ത് പങ്കാളികളാകുന്നു. അവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളി കയറാൻ ശ്രമിക്കുകയും അവിടെ പിടിച്ചു വച്ചിരുന്ന ഈ അനന്തു എന്ന നേതാവിനെ, അതെ ബ്രാഞ്ച് സെക്രട്ടറിയെ മോചിപ്പിക്കാൻ, ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ പോലീസുമായിട്ട് സംഘർഷം ഉണ്ടായത്. ആ സംഘർഷത്തിലാണ് ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്ക് കൈ ഒടിഞ്ഞ് തല്ലി ഒടിച്ചിരിക്കുന്നത്. തല്ലി ഒടിച്ചു തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതാണ് നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു രീതി. കുറെ കാലമായിട്ട് കേരളത്തിൽ ഇങ്ങനെയാണ് പോലീസ്. നമ്മൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ പോലീസ് പാർട്ടി പ്രവർത്തകർക്ക് അനുകൂലമല്ലാതിരുന്നാൽ അവരെ തല്ലി ഒതുക്കുക, അവരെ ആക്രമിക്കുക എന്നുള്ളത് പലപ്പോഴും കണ്ടു. നമ്മള് പോലീസ് സ്റ്റേഷന്റെ ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പോലീസ് ഓഫീസറെ വീട്ടുകാരെ, അതായത് തന്തയ്ക്കും തള്ളയ്ക്കും അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്ത SFI നേതാവിനെ നമുക്കറിയാം. ആ പോലീസ് സ്റ്റേഷന്റെ പോലീസ് വാനിൽ കയറി ഇരുന്ന് തല്ലി ഗ്ലാസ്സിലാ തല്ലി പൊടിച്ച് അതിന്റെ മുകളിൽ കയറി നൃത്തം ചവിട്ടിക്കൊണ്ടാണ് ഈ പോലീസ് ഓഫീസർക്കെതിരെ ഒരു SFI നേതാവ് ഗീർവാണം മുഴക്കിയത്. അയാളുടെ രക്ഷാകർത്താക്കളെ പോലും ചീത്ത വിളിച്ചുകൊണ്ട് തന്തയില്ലാത്ത പ്രവൃത്തി കാണിക്കുന്നവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിളിച്ചത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഭരണം നടത്തുന്ന ഒരു പാർട്ടിയുടെ സഖാക്കളാണ്, അണികളാണ് ഈ ചെയ്യുന്നത്. ഇപ്പൊ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചിരിക്കുന്നു. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ഇന്ന് നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു ക്ഷേത്രത്തിൽ, ഒല്ലൂരിലെ ഇരവിമംഗലം ക്ഷേത്രത്തിൽ ഷഷ്ടി ആഘോഷങ്ങൾ നടക്കുകയാണ്, അതിന്റെ ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പൊ ഷഷ്ടി ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അവിടെ ആൾക്കാർ കൂടുതൽ വരും. അങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തർ കൂടുതൽ വരും. അതിന് അവിടെ ചില ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. അതായത് ഈ വരുന്ന ഭക്തർക്ക് അതിന് തടസ്സവും കുഴപ്പമൊന്നും ഉണ്ടാകാതെ അവർക്ക് അവരുടെ ഷഷ്ടി ആചാരങ്ങൾ നടത്തിയിട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. പക്ഷെ ഈ ക്രമീകരണങ്ങൾ അംഗീകരിക്കാൻ ഈ ബ്രാഞ്ച് സെക്രട്ടറിയായ അനന്തു, അയാളുടെ പേര് അനന്തു എന്നാണ്. അനന്തു എന്ന് പറയുന്ന ഈ ബ്രാഞ്ച് സെക്രട്ടറി മുൻ SFI-യുടെ ഏരിയ സെക്രട്ടറിയാണ്, മുൻ ഏരിയ സെക്രട്ടറിയാണ്. അയാൾക്ക് അത്ര പിടിച്ചില്ല. അയാൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ അവിടെ അങ്ങനെ വെച്ചിരിക്കുന്ന അതിന് ഇവിടെ എന്തിനു ചെയ്തിരിക്കുന്നു, നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്ത അതിലെ ആൾക്കാർ അതിലല്ലേ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അനന്തു പോലീസിന് വേണ്ടി തട്ടിക്കയറി ബോളം ഉണ്ടാക്കുന്നു. ഇത് അംഗീകരിക്കാതെ വരുന്നു. ഇതിനു മുമ്പ് ഈ അനന്തു ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസറോട് വളരെ അപമര്യാദമായി പെരുമാറിയ സംഭവമുണ്ട്. അതും പോലീസുകാരി വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുകയും അനന്തു അത്തരത്തിൽ ഒരു CPM നേതാവായതുകൊണ്ടും ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് പോലീസ് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഇപ്പോൾ ഈ വനിതാ കോൺസ്റ്റബിളും കൂടെ ജോലി ചെയ്യുന്ന സമയത്താണ്, അതായത് ഈ ഇരവിമംഗലം ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഈ തർക്കം കൂടെ ഉണ്ടാകുന്നത്. അങ്ങനെ അനന്തുവിനെ പോലീസ് പഴയ പരാതി കൂടെ കിടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അനന്തുവിനെ പോലീസ് ഒരു കൺട്രോൾ റൂമിലേക്ക്, ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തിയിരുന്നു. കാരണം ക്ഷേത്രത്തിനടുത്ത് പോലീസിന്റെ ഒരു ഹെഡ് പോസ്റ്റും കൺട്രോൾ റൂമും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ കൊണ്ടിരുത്തിയിരുന്നു. കാരണം ഇയാൾ വലിയ പ്രശ്നക്കാരനാണ് എന്നുള്ളതുകൊണ്ട് അയാൾ അവിടെ കൊണ്ടിരുത്തിയിരുന്നു. അങ്ങനെ കൺട്രോൾ റൂമിൽ കൊണ്ടിരുത്തിയത് സഹാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സഹാക്കൾ അവിടുത്തെ ബ്രാഞ്ച് അംഗങ്ങളും അവിടുത്തെ വാർഡ് മെമ്പറും അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എല്ലാം കൂടി DYFI-കാരും CPM-കാരും ചേർന്നുകൊണ്ട് ഇയാളെ കൺട്രോൾ റൂമിൽ നിന്നും മോചിപ്പിക്കാൻ ബലം പ്രയോഗിച്ച് പിടിച്ചറക്കൊണ്ട് പോകാൻ ശ്രമിച്ചു. അപ്പൊ പോലീസ് തടഞ്ഞു. അങ്ങനെ പോലീസും CPM പ്രവർത്തകരുമായി സംഘർഷമായി. അതിലാണ് ഈ സിവിൽ പോലീസ് ഓഫീസറുടെ കൈ ഒടിഞ്ഞത്. 2-3 പോലീസുകാർക്ക് പരിക്കേറ്റത്. അവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് പറയുന്നത്. ഇനി 2 ദിവസം മുമ്പ് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതും ഒരു അനന്തുവാണ്. അയാൾ ഒരു പക്ക ക്രിമിനലാണ്.
അയാളെ കാണുമ്പോൾ അയാളെ ഫോട്ടോ നമ്മൾ കണ്ടതാണ്. ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അവന്റെ പടം കണ്ടപ്പോൾ നമുക്ക് ബോധ്യമായതാണ് അവൻ ഒരു പക്കാ ക്രിമിനലാണ്. അവൻ ഈ ഭൂമിയിൽ ഇനി കൂടുതൽ കാലം ജീവിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് മരിക്കുന്ന ഒരു ദൈവം ജീവൻ എടുക്കുന്നവർ അവർ ജീവിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ചില മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം അവരെപ്പോഴും ജയിലിൽ തന്നെ കിടക്കേണ്ടതാണ്. കാരണം നമ്മുടെ സമൂഹത്തിന്റെ ശരിയായ രീതിയിൽ അതിന്റെ ചലനങ്ങൾ കുഴപ്പമില്ലാതെ നമ്മുടെ സമൂഹം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ചില ക്രിമിനലുകൾ, പക്കാ ക്രിമിനലുകൾ ഈ ഭൂമിയിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ സ്വതന്ത്രമായി നടക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുത്തനാണ് ഈ കാപ്പ പ്രതി കൂടിയായ ഈ അനന്തു എന്നാണ് തോന്നുന്നത്. കാരണം ഇയാൾ ഒരു കള്ള് ഷാപ്പിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി ഒരുത്തനെ കാര്യമായിട്ട് തല്ലി. അയാൾ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു. അങ്ങനെ പോലീസ് വന്ന് ഇയാൾ അന്വേഷിച്ചു കള്ള് ഷാപ്പിൽ. അപ്പോൾ അയാൾ അവിടെ നിന്ന് മുങ്ങി. അയാൾ മറ്റൊരു സ്ഥലത്ത് ഒരു പോൾട്രി ഫാമിന്റെ അടുത്ത് പോയി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. പോലീസ് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവൻ കത്തിയെടുത്ത് ചാടി ഇറങ്ങി പോലീസുകാരെ ആക്രമിക്കാനുണ്ടായത്. അങ്ങനെയാണ് SI പിടിവലി നടത്തി. പിടിവലി ബഹളമൊക്കെ ആയി. SIക്ക് പരിക്കേറ്റു. അയാൾ തോളിന് പരിക്കേറ്റു, കൈക്ക് പരിക്കേറ്റു, മറ്റേ 2 പോലീസുകാർക്കും പരിക്കേറ്റു. പക്ഷെ അവർ ധൈര്യപൂർവ്വം ഇവരെ പിടികൂടി. ഇവരെ വിട്ടില്ല. ഇവരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ അടച്ചതിന് ശേഷമാണ് ഈ പോലീസുകാര് ചികിത്സയ്ക്ക് പോയത്. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ക്രിമിനലുകളുടെ, അത് പാർട്ടി ക്രിമിനലുകളും അല്ലാത്ത ക്രിമിനലുകളും അഴിഞ്ഞാടുന്ന ഒരു നാടായിട്ട് കേരളം മാറുന്നു. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ക്രിമിനൽ വാർത്തകൾ, പിടിച്ചുപറിയുടെ വാർത്തകൾ, തട്ടിക്കൊണ്ടുപോകലിന്റെ വാർത്തകൾ, അതുപോലെ കൊലപാതകത്തിന്റെ വാർത്തകൾ, ഹണി ട്രാപ്പിന്റെ വാർത്തകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ വാർത്തകളും ഓരോ ദിവസവും കേരളത്തിൽ നിന്ന് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുകയാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം അത്തരത്തിലൊരു അരാജകത്വ നിറഞ്ഞൊരു രാജ്യമായി, ഒരു സംസ്ഥാനമായി മാറിപ്പോയോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ വളരെ പരാജിതമായ ഒരു ആഭ്യന്തര വകുപ്പ് ഇവിടെ ഇരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ പൊതുസമൂഹം വല്ലാതെ വിഷമത്തിലാണ് മുന്നോട്ട് പോകുന്നത്.